7 പേർ അങ്ങനെ ഈ ആഴ്ച നോമിനേറ്റഡ് ആയിരിക്കുകയാണ്. 2-3 ഒരുമിച്ച് തെറിക്കും വീക്കെൻഡിൽ. കാരണം സേഫ് ആയിട്ടിരിക്കുന്ന ആളുകൾ വന്നിട്ടുണ്ട് മുഴുവനും. പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മുടെ ഈ പറയുന്ന പവർ റൂമിനകത്തിരിക്കുന്നവരെക്കാളും സേഫ് അല്ല. പവർ റൂമിനകത്തിരിക്കുന്ന സേഫ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ കളിക്കുന്നുണ്ട്. പവർ റൂം കിട്ടിയപ്പോഴത്തേക്കും അവരുടെ ഐഡിയോളജീസ് പറയുന്നുണ്ട്. അൻസിബ പറയുന്നുണ്ട്, അൻസിബ ഇത്രയും ദിവസം സേഫ് ആയിട്ടിരുന്നിട്ട് കാര്യങ്ങളൊക്കെ അൻസിബ അതിനകത്തിരുന്നുണ്ട്. അങ്ങനെ ചെയ്യണം, നമുക്ക് ഈ റൂളാണ്, ആഹാരം ഓട്ടിക്കാൻ പറ്റത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഏകദേശം എല്ലാവരും നോമിനേഷനിൽ വന്നിരിക്കുകയാണ്. 1-2 പേര് മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് 2-3 കട്ടകൾ ഒരുമിച്ച് ഈ വീക്കെൻഡിൽ തെറിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. ആരൊക്കെയാണ് നോമിനേറ്റഡ് ആയിരിക്കുന്നത്, ആരുടെയൊക്കെ പേരാണ് പറഞ്ഞിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ വോട്ട് ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? ജാസ്മിൻ്റെ പേര് ആരും പറഞ്ഞില്ല, മനഃപൂർവ്വം ആരും പറഞ്ഞില്ല. ഇവൾ അനുഭവിച്ച് ചീട്ട് കീറണം. ഗബ്രി ഇതിനകത്ത് ഇല്ലാതെ ഇവൾ ഒറ്റയ്ക്ക് എങ്ങനെ കളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടുകാർ മനുഷ്യർ ഓരോണ്ണ ഇവളുടെ പേര് പറഞ്ഞില്ല. അപ്പോൾ എന്താണ് ലൈവിൽ നടക്കുന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നോമിനേഷൻ പവർ റൂമിന് ഡയറക്റ്റ് ആയിട്ട് ഒരാളെ നോമിനേറ്റ് ചെയ്യാം. രാവിലെ തന്നെ അവർ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. ശരണ്യ അവർ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ്, പവർ റൂം നിങ്ങൾ തീരുമാനിച്ചിട്ട് ഒരാളുടെ പേര് പറയും. വേണ്ട, നമുക്ക് തീരുമാനിക്കുന്നു വേണ്ട, നമ്മൾ ഓൾറെഡി പ്ലാൻഡ് ആണ്. ആരാണ്? ശരണ്യയാണ്. കാരണം കാലിബർ ഉള്ള ആളാണ്. അതുകൊണ്ട് എവിക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ശരണ്യയ്ക്ക് വോട്ട് കിട്ടി സേവ് ആകും. അപ്പോൾ ഒന്ന് വന്നത് ജനവിധി അറിയട്ടെ എന്നൊക്കെ പറഞ്ഞ് മോഡുലേഷനിൽ അൻസിബ സംസാരിക്കുന്നേക്കണം, മോഡുലേഷനിലാണ് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ശരണ്യ നോമിനേഷനിൽ കയറുന്നു. അടുത്ത് സിജോ പോവുകയാണ് കൺഫഷൻ റൂമിലോട്ട്. നമ്മുടെ ബാക്കിയുള്ള നോമിനേഷന് മാറ്റമൊന്നുമില്ല. ശ്രീരേഖയുടെയും അപ്സരയുടെയും പേര്. ശ്രീരേഖ ഒരു ഗെയിം പ്ലാനും ഇല്ലാതെ നടക്കുകയാണ്. ഓരോരുത്തരും ഗെയിം പ്ലാൻ നടത്തുമ്പോൾ ശ്രീരേഖ ചേച്ചിക്ക് പേടിയാണ്. അപ്സരയുടെ പേര് പറയാൻ കാരണം ഗെയിം ഭയങ്കരമായിട്ട് ഡൗൺ ആണ്. പവർ ഉള്ളപ്പോൾ മാത്രമാണ് അപ്സര സംസാരിക്കുന്നത്. പവർ റൂമിലോ ക്യാപ്റ്റനോ ഒക്കെ ആകുമ്പോൾ അപ്സര സംസാരിക്കുന്നുണ്ട്, അല്ലാത്തപ്പോൾ ഒന്നുമില്ല. ജാസ്മിൻ പോകുന്നു. ശ്രീതുവിൻ്റെയും ജിൻഡോയുടെയും പേര്. ശ്രീതു ഭാഗ്യം കൊണ്ട് മാത്രം ഈ വീട്ടിൽ നിന്ന് പോകുന്ന ആളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ജിൻഡോയുടെ പേര് പറയാൻ കാരണം ജിൻഡോ കളിക്കുന്നുണ്ട്, പക്ഷെ കളിക്കുന്ന രീതി എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ശ്രീരേഖ പോകുന്നു. ജിൻഡോയുടെയും അർജുൻ്റെയും പേരാണ്. ജിൻഡോ കൃത്യമായിട്ടുള്ള തീരുമാനം ഒറ്റ കാര്യങ്ങളില്ലാതെ തത്തി കളിച്ച് നിൽക്കുന്നുണ്ട്. അർജുൻ നല്ല പ്ലേ ഒക്കെ തന്നെയാണ്, പക്ഷേ പലപ്പോഴും ചില ഗ്രൂപ്പുകളുടെ പ്ലേയിലും ഗ്രൂപ്പുകളുടെ പ്ലാനിലും മാത്രം ഒതുങ്ങുന്നു. സായി പോകുന്നു. ശ്രീരേഖയുടെയും ശ്രീതുവിൻ്റെയും പേര്. ശ്രീരേഖ കൺഫ്യൂസ്ഡ് ആണ് പലപ്പോഴും. പവർ റൂമിലായിരുന്നു 2 ആഴ്ച കൊണ്ട്, അവിടെ നിന്ന് ഇറങ്ങി. അപ്പം നോമിനേഷനിൽ വരട്ടെ. പിന്നെ ശ്രീതുവിൻ്റെ പേര് പറയാൻ കാരണം ക്യാപ്റ്റനായിട്ട് അടിപൊളിയൊക്കെ ആയിരുന്നു, പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു കളിയും ഇവിടെ ഇല്ല. നന്ദന പോകുന്നു. ശ്രീരേഖയുടെയും ശ്രീതുവിൻ്റെയും പേര്. ശ്രീരേഖ ഇവിടെ കഥയുണ്ടാക്കാൻ മിടുക്കിയായിട്ടുള്ള ഒരാളാണ്. പറഞ്ഞ കാര്യങ്ങളെ ഉരുട്ടി വേറെ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ശ്രീതുവിൻ്റെ പേര് പറയാൻ കാരണം സേഫ് ഗെയിമാണ്. ഇവിടെ കുറച്ച് ആൾക്കാരോട് മാത്രമേ ശ്രീതു ക്ലോസ് ആയി സംസാരിക്കുന്നുള്ളൂ. അപ്സര പോകുന്നു. സിജോയുടെയും ശ്രീതുവിൻ്റെയും പേരാണ്. സിജോ സെക്കൻഡ് ചാൻസ് ഇവിടെ കിട്ടിയിട്ട് ഇവിടെ വന്ന് വാഗ്ദാനമൊക്കെ പറഞ്ഞിട്ടും അതൊന്നും വില പോവാതെ സേഫ് ഗെയിമിലേക്ക് ഒതുങ്ങുന്നു. ശ്രീതു ആണെങ്കിലോ ക്യാപ്റ്റനായി കഴിഞ്ഞതിന് ശേഷം പിന്നീട് മൊത്തം സേഫ് ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാഗ്യം മാത്രമാണ് ശ്രീതുവിനെ തുണച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത് ശരണ്യ പോകുന്നു. നന്ദനയുടെയും ശ്രീരേഖയുടെയും പേരാണ്. നന്ദന പലവട്ടമായി സംസാരിക്കുന്നത് ഇമ്മച്യൂർഡ് ആയിട്ടാണ്. ബുദ്ധി യൂസ് ചെയ്ത് സംസാരിക്കുന്നേ ഇല്ല നന്ദന. പലപ്പോഴും ഒരു പ്യുവർ സോൾ അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശ്രീരേഖയുടെ പേര് പറയാൻ കാരണം ഒട്ടും ക്ലാരിറ്റി ഇല്ല. ഏത് ഗ്രൂപ്പ് എന്ന് പോലും ഇപ്പോഴും ശ്രീരേഖയ്ക്ക് അറിയത്തില്ല. എന്തെങ്കിലും ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വളച്ചൊടിച്ച് തിരിച്ച് കണ്ടന്റ് ആക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ശ്രീരേഖയ്ക്കുള്ളൂ. ജിൻഡോ പോകുന്നു. ശ്രീരേഖയുടെയും നന്ദനയുടെയും പേര്. ശ്രീരേഖ കുറച്ച് കാലമായി ഇവിടെ ഇങ്ങനെ നോമിനേഷനിൽ വന്നിട്ട് ഇപ്പോൾ വരട്ടെ. നന്ദന ജനവിധി നേരിടട്ടെ. അടുത്ത് ശ്രീതു പോകുന്നു. നന്ദനയുടെയും അപ്സരയുടെയും പേരാണ്. നന്ദന ഇവിടെ ജോളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഫൺ കളിച്ച് ചിരിച്ച് മറിഞ്ഞ് നടക്കുവാണ്. ഇവിടെ കളിക്കുന്നൊന്നുമില്ല. അപ്സരയുടെ പേര് പറയാൻ കാരണം സ്റ്റാർട്ടിംഗ് ഒക്കെ സൂപ്പർ ആയിരുന്നു. ഇപ്പം ഗ്രാഫ് നേരെ ഡൗൺ ആണ്. അർജുൻ പോകുന്നു. ശ്രീരേഖയുടെയും നന്ദനയുടെയും പേര്. ശ്രീരേഖ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നില്ല, ആക്ടിവിറ്റിയിൽ ഇടപെടുന്നില്ല, ഇൻവിസിബിൾ ആണ്. നന്ദനയുടെ പേര് പറയാൻ കാരണം വന്നപ്പോഴുള്ള ഇമ്പാക്റ്റ് ഒന്നും ഇപ്പം ഇല്ല നന്ദനയ്ക്ക്. അടുത്ത് നോറ പോകുന്നു. ജിൻഡോയുടെയും ശ്രീതുവിൻ്റെയും പേര്. ജിൻഡോ സ്ത്രീകളെ താഴ്ത്തി അവർക്കൊരു നീതി കിട്ടാത്ത രീതിക്ക് പെണ്ണ് ആണ്, അവർക്ക് ശക്തിയില്ല എന്നുള്ള ലെവലിലൊക്കെ സംസാരിക്കുന്നു. ശ്രീതുവിൻ്റെ പേര് പറയാൻ കാരണം ഇൻവിസിബിൾ ആണ്, കാലിബർ ഉണ്ട്, പക്ഷേ
ഇമേജ് കോൺഷ്യസ് ആണോ എന്ന് സംശയമുണ്ട്. അഭിഷേക് പോകുന്നു, ശ്രീരേഖയുടെയും ശ്രീധുവിൻ്റെയും പേര്. ശ്രീരേഖ വീക്കാണ്, ഒരു BB മെറ്റീരിയലേ അല്ല. പിന്നെ ശ്രീധു സേഫ് ഗെയിമാണ്, ഒളിച്ചിരുന്നുള്ള കളിയാണ്. റസ്മിൻ പോകുന്നു, സിജോയുടെയും ശ്രീരേഖയുടെയും പേര്. സിജോ മാസ് ഡയലോഗ് മാത്രമേ ഉള്ളൂ, ഗെയിം പോരാ, തെറ്റിദ്ധാരണയുള്ള മെസ്സേജസ് ആണ് ജനത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ശ്രീരേഖയുടെ പേര് പറയാൻ കാരണം സേഫ് ഗെയിമാണ്, ഗെയിം അത്ര വലിയ ഉഷാറാവുന്നില്ല. അൻസിബ പോകുന്നു, ശ്രീരേഖയുടെയും ശ്രീധുവിൻ്റെയും പേര്. ശ്രീരേഖ ബിഗ് ബോസ് വീട്ടിലെ ഗെയിം വളരെ മോശം, വളച്ചൊടിയാണ്. പിന്നെ ശ്രീരേഖ ഒരു സൈക്കോളജിസ്റ്റ് ആണ്, അതിൻ്റെ പഠിത്തമൊക്കെ അവർ വളരെ മോശം രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. പിന്നെ ശ്രീധു സംസാരിക്കുന്നുണ്ട്, പക്ഷേ എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള രീതിക്ക് നടുക്ക് എന്ന് സംസാരിക്കും. കാഴ്ചയിൽ വിസിബിളാണ്, പക്ഷേ ഇവിടെ ഇൻവിസിബിൾ ആണ്. ക്യൂട്ട്നെസ് മാത്രം വാരി വിതറിക്കൊണ്ട് പൂർണ്ണമായിട്ടും വ്യക്തിത്വം കാണിക്കാതെയാണ് ശ്രീധു ഇതിനകത്ത് നിൽക്കുന്നത്. ഋഷി പോകുന്നു, നന്ദനയുടെയും സിജോയുടെയും പേര്. നന്ദന ചില സമയത്ത് ആവശ്യമില്ലാത്ത വള്ളി കയറി പിടിക്കുന്നുണ്ട്. സംഭവത്തിൽ നോറയും എൻ്റെ അൻസിബയും കുറ്റം പറയുന്നതുകൊണ്ടാണ്, പക്ഷെ അത് ഞാൻ പറയൂല നോമിനേഷനിൽ. അടുത്ത് സിജോ. ഇവിടെ സിജോയ്ക്ക് ഇവിടെ ബാക്കിയൊക്കെ പ്രശ്നമുണ്ട്, പക്ഷേ സിജോ കാട്ടുതീ അല്ല. സിജോ വല്ല കാര്യം ഉണ്ടാകുന്ന സിജോയ്ക്ക് കാട്ടുതീ എന്നുള്ള വേർഡ് പറയാം, അതുകൊണ്ടാണ് സിജോ പെട്ടത്. അങ്ങനെ ഫൈനൽ ഓരോരുത്തർക്കും കിട്ടിയ വോട്ടുകൾ പറയാം. ശ്രീരേഖയ്ക്ക് 9 വോട്ട്, അപ്സരയ്ക്ക് 2 വോട്ട്, ശ്രീധുവിന് 7 വോട്ട്, ജിൻഡോയ്ക്ക് 3 വോട്ട്, അർജുന് 1 വോട്ട്, സിജോയ്ക്ക് 3 വോട്ട്, നന്ദനയ്ക്ക് 5 വോട്ട്. മൊത്തം 15 പേര് വീട്ടിലുണ്ട്. ഈ 15 പേരിൽ 4 പേര് ഇവിടെ പവർ റൂമിൽ. ഓക്കെ, 4 പേര് പവർ റൂമിൽ, ക്യാപ്റ്റൻ ഒരാൾ. അപ്പോൾ 5 പേര് ഓൾറെഡി സേഫാണ്. 5 പേര് ഓൾറെഡി സേഫാണ്. അപ്പോൾ ഈ 5 പേര് പോയിട്ട് ബാക്കി 9 പേരാണ് വീട്ടിലുള്ളത്. അല്ല, 9 പേരല്ല, ബാക്കി 10 പേര് വീട്ടിൽ. 5 പേര് സേഫാണ്, ബാക്കി 10 പേര് വീട്ടിലുണ്ട്. ഈ 10 പേരിൽ 7 പേര് നോമിനേറ്റഡ് ആയി, 3 പേര് മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. സായി രക്ഷപ്പെട്ടു, ജാസ്മിൻ രക്ഷപ്പെട്ടു, ഒരൊറ്റ വോട്ട് 2 പേർക്കും കിട്ടിയില്ല. അർജുന് 1 വോട്ടേ കിട്ടിയുള്ളൂ. അർജുന് നമ്മുടെ ശ്രീരേഖ പറഞ്ഞിട്ടുള്ള വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ, വേറെ വോട്ടുകളൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നോമിനേഷനിൽ മൊത്തം 7 പേര് വന്നു. ശ്രീരേഖ 9 വോട്ടുകൾ, അപ്സര 2 വോട്ട്, ശ്രീധു 7 വോട്ട്, ജിൻഡോ 3 വോട്ട്, സിജോ 3 വോട്ട്, നന്ദന 5 വോട്ട്. അങ്ങനെ അത്രയും വോട്ടുകൾ കിട്ടി. ഇവരിത്രയും നോമിനേറ്റഡ് ആയിരിക്കുകയാണ്. ശരണ്യയും ഡയറക്റ്റ് നോമിനേറ്റഡ് ആയിരിക്കണം. ശരണ്യാണ് ഞാൻ പറയാൻ പറഞ്ഞു, ശരണ്യ ഡയറക്റ്റ് നോമിനേറ്റഡ് ആയി. 2-3 ഘട്ടങ്ങൾ ഒരുമിച്ച് ഈ ആഴ്ച വീഴാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഡബിൾ എവിക്ഷനും ട്രിപ്പിൾ എവിക്ഷനും ഒക്കെ സാധ്യതകൾ കാണുന്നുണ്ട്. നോക്കാം നമുക്ക് ആര് വാഴും ആര് വീഴും എന്നുള്ള കാര്യം. ഇതാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. ജാസ്മിൻ ഞെട്ടിത്തെറിച്ചിരിക്കുന്നത്, എന്നെ എന്തായാലും നോമിനേറ്റ് ചെയ്ത് ഞാൻ അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ചല്ലേ ഒറ്റയ്ക്ക് കിടന്ന്. അത് തന്നെയാണ് കാര്യം. ഒരു മനുഷ്യൻ, ഒരു ഈച്ച കുഞ്ഞ് പോലും ജാസ്മിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. കാരണം പറയൂല, അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം കാര്യം എന്താണെന്നുള്ളത്. അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം. ബിഗ് ബോസ് ആണ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത ആ ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.